നമസ്കാരം. ലവ് ജിഹാദ് എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കേരളത്തിലാണ്. ആദ്യമായി അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയതും അങ്ങനെ ഒരു പേര് നൽകിയതും കേരള ഹൈക്കോടതിയാണ്. അതും കേരള പോലീസ് രേഖകൾ ഉദ്ധരിച്ച്. അല്ലാതെ നോർത്ത് ഇന്ത്യൻ സംഘികൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഒന്നല്ല ആ വാക്ക്. കെ.ടി. ശങ്കരൻ ജഡ്ജിയായിരിക്കുന്ന ബെഞ്ചിലാണ് 2009 രണ്ട് മുസ്ലിം യുവാക്കൾ ഒരു ഹിന്ദു പെൺകുട്ടിയെയും ഒപ്പം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയും പ്രണയം നടിച്ച് മതം മാറ്റിയ കേസ് വരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ലവ് ജിഹാദ് എന്നതിന്റെ ഭീകരത പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. അന്നത് പരക്കെ അറിയപ്പെട്ടിരുന്നത് റോമിയോ ജിഹാദ് എന്ന പേരിലായിരുന്നു. കേരള കൗമുദിയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെ റോമിയോ ജിഹാദുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ലവ് ജിഹാദിന്റെ പഴി വടക്കോട്ടുള്ള ഹിന്ദുക്കളുടെ നെഞ്ചത്ത് ചാരാതെ ഇരിക്കാനുള്ള മാന്യത കാണിക്കണം. അങ്ങനെയൊന്നില്ലെങ്കിൽ പോലും. ഇനി കേരള സ്റ്റോറി 2 കുറിച്ച്. ട്രെയിലറിൽ തന്നെ വ്യക്തമായി സംഭവങ്ങൾ നടക്കുന്നത് മധ്യപ്രദേശിലാണെന്ന് കാണിക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ, രാജസ്ഥാനിലെ, കേരളത്തിലെ 3 പെൺകുട്ടികൾ ഈ ട്രാപ്പിൽ വീഴുന്നതും അകപ്പെടുന്നതുമാണ് പ്രമേയം. അതിലെ ബീഫ് കുത്തിക്കയറ്റുന്ന രംഗം കേരളത്തിൽ നടന്നതാണ് എന്നല്ല സിനിമ അവകാശപ്പെടുന്നത്. അത് നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ചതാണ്. മധ്യപ്രദേശിൽ ഇൻഡോറിൽ ആരതി കുമാർ എന്ന ഹിന്ദു പെൺകുട്ടിക്ക് സംഭവിച്ച യഥാർത്ഥ സംഭവമാണത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മുഹമ്മദ് ഷഹബാസുമായി അടുപ്പത്തിലായിട്ടാണ് ആ പെൺകുട്ടി ഇൻഡോറിൽ എത്തുന്നത്. അവിടെ ഒരുമിച്ച് തങ്ങിയ സമയത്ത് ബീഫ് കഴിക്കാനും മതം മാറാനും ഷഹബാസ് നിർബന്ധിച്ചതായി അവർ പോലീസിൽ പരാതിയടക്കം നൽകിയിട്ടുണ്ട്. ബീഹാറി സ്വദേശിയായ ആരതി ബീഹാറിലേക്ക് തിരികെ പോകണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യ ടുഡേ ഇത് വാർത്തയാക്കിയതുമാണ്. 2023 സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ ഒരു ദളിത് ഹിന്ദു സ്ത്രീയെ ഇതുപോലെ ചെയ്ത സംഭവമുണ്ട്. ലഹരിയടക്കം നൽകി ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ബറേലി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ചുറ്റും നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ പൊട്ടക്കിഴക്കിൽ കിടന്ന് അതാണ് ലോകമെന്ന് വിചാരിക്കുന്ന മലയാളികൾ മതേതര മന്ദപ്പന്മാർക്ക് വലിയ ധാരണയൊന്നുമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് കഴിയുമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഇനി എന്തുകൊണ്ട് ബീഫ്? ആത്യന്തികമായി ബീഫ് ഒരു ടൂളാണ്. ഹിന്ദുക്കളെ മതം മാറ്റാൻ ഇങ്ങോട്ട് കയറി വന്ന ഗസ്നി മുതൽ ടിപ്പു വരെ ഉപയോഗിച്ച ഒന്നാണ് ഗോമാംസം. മലബാറിലെ ഹിന്ദുക്കളെ മതം മാറ്റാനും അവർ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരികെ പോകാതിരിക്കാനും ടിപ്പു ബീഫ് നിർബന്ധമായും കൽപ്പിച്ചിരുന്നു. ഇത് പറയുന്നതും നോർത്ത് ഇന്ത്യൻ സംഖ്യയല്ല. ടിപ്പുവിന്റെ കാലത്ത് മൈസൂരിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ കിർപാട്ടിക്കാണ്. എന്തിനേറെ പോണം, 1921 തുർക്കിയിൽ കിടക്കുന്ന ഖലീഫയ്ക്ക് വേണ്ടി ഇവിടെ മാപ്പിള ലഹള നടത്തിയപ്പോൾ ഹിന്ദുക്കളെ മതം മാറ്റാൻ ഉപയോഗിച്ചത് ഗോമാംസം ഭക്ഷിപ്പിച്ചായിരുന്നു. ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ വെച്ച് ഗോക്കളെ അറക്കുകയും ഗോമാംസം വിഗ്രഹങ്ങൾ ചാർത്തുകയും ചെയ്ത സംഭവങ്ങളുമുണ്ട്. അന്ന് ഒരു കൈയിൽ ബീഫും മറുകൈയിൽ വാളുമായി മതമൗലികവാദികൾ മതം മാറാൻ വിരട്ടിയപ്പോൾ വിരണ്ടുമാറിയവരുടെ പിൻഗാമികളാണ് ബീഫിന്റെ പേരിൽ ഇന്ന് ഹിന്ദുക്കളെ കളിയാക്കുന്നത്. ഇതൊന്നും അറിയാതെ ഞാൻ ബീഫ് കഴിക്കും, ആരുണ്ട് ചോദിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന മണ്ണുണ്ണി ഹിന്ദുക്കളോടാണ്. നിന്നെയൊക്കെ ബീഫ് തീറ്റിക്കേണ്ടത് കൊണ്ടുള്ള ഗുണം എല്ലാ കാലത്തും അവർക്ക് നന്നായിട്ടറിയാം. നിന്റെയൊക്കെ പൂർവികർ അന്തസ്സായി ബീഫും കഴിക്കാതെ ഇങ്ങനെയുള്ള അധിനിവേശത്തിനെതിരെ പൊരുതിയത് നിങ്ങളെ പോലെയുള്ള വാഴകൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. നീയൊക്കെ അമ്പഴങ്ങ വിഴുങ്ങിയതുപോലെ ഇതൊന്നും അറിയാതെ ജീവിക്കുന്നത് നിന്റെയൊക്കെ മാത്രം കുഴപ്പമാണ്. കേരള സ്റ്റോറി ഒരു യാഥാർത്ഥ്യമാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളുടെ നിർഭാഗ്യകരമായ അവസ്ഥയുടെ കഥ. ഇതൊക്കെ പ്രൊപ്പഗാൻഡ ആണെന്ന് തോന്നുന്ന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇത്തരം ചതികളിൽപ്പെട്ട് തിരികെ രക്ഷപ്പെട്ടു വന്ന 200-ൽ പരം പെൺകുട്ടികളെ ആർഷവിദ്യാ സമാജം എന്ന സംഘടനയിൽ കാണാം. അവർക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മടിയില്ല. എത്രയോ വർഷങ്ങളായി ഇത്തരം പെൺകുട്ടികളെ അവർ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയോ വർഷമായി അവർ പല വേദികളിലും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു. മതേതരത്വം കാണിക്കാൻ ഓടി നടന്ന മതമൗലികവാദികളുടെ മുന്നിൽ കുമ്പിടുന്ന കൂട്ടത്തിൽ ഇതുപോലെയുള്ള ചങ്കുറ്റമുള്ള പെൺകുട്ടികളെ കൂടി കാണണം. കേരള സ്റ്റോറിക്ക് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അവരൊക്കെ. എത്ര കൂകി വിളിച്ചാലും അവഗണിക്കാൻ ശ്രമിച്ചാലും ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കേ ഇരുട്ടാകൂ. ലോകം കൂടി ഇരുട്ടിലായിക്കോളുമെന്ന് തെറ്റിദ്ധരിക്കരുത്.